ഇനി നോക്കാം കാർഷിക ലോകത്തെ വാർത്തകൾ. പ്രമേഹ ഭീഷണി കുറയ്ക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് അരി വിപണിയിലെത്താൻ ഒരുങ്ങുന്നു. ഉയർന്ന പ്രോട്ടീനും കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സുമുള്ള ഈ അരി വികസിപ്പിച്ചത് തിരുവനന്തപുരം ആസ്ഥാനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. നെല്ല് അരിയാക്കുമ്പോൾ ലഭിക്കുന്ന പൊടിയരി പോഷക ഘടകങ്ങൾ ചേർത്ത് യന്ത്രസഹായത്തോടെ പുനർനിർമ്മിക്കുന്നതാണ് സ്മാർട്ട് അരി. ഇതിലൂടെ അരിയിലെ പ്രോട്ടീൻ അളവ് വർദ്ധിപ്പിക്കുകയും അന്നജത്തിന്റെ ദഹനനിരക്ക് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് നില ക്രമീകരിക്കാൻ സഹായിക്കുന്നതിനാൽ പ്രമേഹ സാധ്യത കുറയ്ക്കാനും സഹായകരമാകും. കൂടാതെ ഇരുമ്പ്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 തുടങ്ങിയ പ്രധാന പോഷകങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഈ അരി പോഷകാഹാരക്കുറവിനും പരിഹാരമാകും. പ്രമേഹം ഭയന്ന് അരി ഒഴിവാക്കുന്നവർക്കും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന പരിഹാരമായി സ്മാർട്ട് അരി മാറുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വേനൽക്കാലം ശക്തമാകുന്നതിനിടെ കേരളത്തിലും നാരങ്ങയുടെ വില കുത്തനെ ഉയരുന്നു. ആവശ്യകത വർദ്ധിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിതരണം കുറയുകയും ചെയ്തതോടെ വിപണിയിൽ വില നിയന്ത്രണാതീതമായി ഉയരുകയായിരുന്നു. കേരളത്തിൽ നാരങ്ങയുടെ വില കുത്തനെ വർദ്ധിച്ചു. വേനൽ ചൂട് കൂടുന്നതിനൊപ്പം നാരങ്ങയുടെ ആവശ്യകത ഉയർന്നതാണ് പ്രധാന കാരണം. ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ മാർക്കറ്റുകളിൽ കിലോയ്ക്ക് 100 മുതൽ 140 രൂപ വരെയാണ് വില. ചില സ്ഥലങ്ങളിൽ ഇതിലും കൂടുതൽ വില ഈടാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേരളം പ്രധാനമായും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിതരണത്തെ ആശ്രയിക്കുന്നതിനാൽ സപ്ലൈ ഉയരുന്നത് നേരിട്ട് വിലയിൽ പ്രതിഫലിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ഗതാഗത പ്രശ്നങ്ങളും വിതരണത്തെ ബാധിച്ചിരിക്കുകയാണ്. അതേസമയം നാരങ്ങാവെള്ളം പോലുള്ള ശീതളപാനീയങ്ങളുടെ ഉപയോഗം കൂടിയതോടെ ആവശ്യകതയും വർദ്ധിച്ചു. വില ഉയർന്നതോടെ ഉപഭോക്താക്കൾ വാങ്ങൽ കുറയ്ക്കുന്ന നിലയിലേക്കാണ് എത്തുന്നത്. അടുത്ത ആഴ്ചകളിൽ വില ഇനിയും ഉയരാനിടയുണ്ടെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കടുത്ത ചൂട് സംസ്ഥാനത്ത് പച്ചക്കറി വിപണിയെ ബാധിച്ചു. ഉൽപ്പാദനം കുറഞ്ഞതും വിപണിയിലേക്കുള്ള വരവിടിഞ്ഞതും കാരണം വെറും 5 ദിവസത്തിനിടെ തന്നെ പച്ചക്കറി വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. താപനില ഉയർന്നതോടെ സമീപ കൃഷി മേഖലകളിലെ വിളവെടുപ്പ് ഗണ്യമായി കുറഞ്ഞു. ഇതോടെ മൊത്ത വിപണികളിലേക്ക് എത്തുന്ന പച്ചക്കറികളുടെ അളവും കുറയുകയും വിലയിൽ വലിയ വർധനവ് ഉണ്ടാവുകയും ചെയ്തു. പച്ചമുളക്, ബീൻസ്, പച്ചമാങ്ങ, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക തുടങ്ങിയവയ്ക്ക് കിലോയ്ക്ക് 10 മുതൽ 15 രൂപ വരെ വർധനവ് രേഖപ്പെടുത്തി. ഇപ്പോൾ മൊത്ത വിപണിയിൽ പച്ചമാങ്ങയ്ക്ക് കിലോയ്ക്ക് 55 മുതൽ 65 രൂപ വരെ വിലയുണ്ട്. പച്ചമുളകിന് 50 മുതൽ 60 രൂപ വരെ ഉയർന്നു. ബീൻസ് 40 മുതൽ 45 രൂപയും വെണ്ടയ്ക്കയും മുരിങ്ങയും 35 മുതൽ 40 രൂപ വരെയും വിലയിൽ വ്യാപാരം നടക്കുന്നു. അതേസമയം LPG സിലിണ്ടർ വിതരണത്തിലെ തടസ്സങ്ങൾ ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും പച്ചക്കറി വാങ്ങൽ കുറയ്ക്കാൻ കാരണമായതെന്ന് വ്യാപാരികൾ പറയുന്നു. ചൂടും വിതരണക്കുറവും ചേർന്നതോടെ വരും ദിവസങ്ങളിൽ വില ഉയർന്നേക്കാമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.